നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ചില സിനിമകളുണ്ട് അല്ലേ. പലപ്പോഴായിട്ട് ആ സിനിമകൾ എപ്പോൾ ടി വിയിൽ വന്നാലും നമ്മൾ വീണ്ടും വീണ്ടും കാണും. അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലാണെങ്കിലും അതിൻ്റെ സീനുകളാണെങ്കിലും എത്ര തവണ കണ്ടാലും നമുക്ക് മതി വരില്ല. അത് വീണ്ടും വീണ്ടും കണ്ടിരിക്കും. അതായത് ഒരുപാട് റിപ്പീറ്റഡ് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകളുണ്ട്. അത്തരത്തിലുള്ള സിനിമകളിൽ അധികം റിലീസായിട്ടുള്ളത് 90s എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്തരത്തിൽ നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ ഒരുപാട് റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ് സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്തുള്ള ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ. ഈ സിനിമയുടെ വിജയത്തിന് ഏറ്റവും അധികം കാരണമായിട്ടുള്ളത് അതിൻ്റെ വെൽ റിട്ടൺ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണെന്ന് നമുക്കറിയാം. എങ്കിൽ കൂടിയും ഈ സിനിമയെ നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നത് ആ സിനിമയുടെ കാസ്റ്റിംഗ് തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. അതായത് ഈ സിനിമയിലെ 4 സുഹൃത്തുക്കളുടെ കാസ്റ്റിംഗ് ആണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ളത്. അതാണ് നമ്മളെ തുടരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ സിനിമയിൽ മഹാദേവനായിട്ടും ഗോവിന്ദൻകുട്ടിയായിട്ടും അപ്പുക്കുട്ടനായിട്ടും തോമസ് കുട്ടിയായിട്ടും വന്നിട്ടുള്ള 4 നടന്മാർ. ആ നടന്മാരാണ് തീർച്ചയായിട്ടും നമ്മളെ ഈ സിനിമ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത് ആ നടന്മാരുടെ അഭിനയ ജീവിതത്തിൽ ഒരുപാട് വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ള സിനിമ കൂടിയായിരുന്നു. അതായത് അയൽപ്പക്കത്തെ പെൺകുട്ടിയെ വളയ്ക്കാൻ പോകുന്ന 4 സുഹൃത്തുക്കളായിട്ടുള്ള ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച നടന്മാരായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായിട്ടുള്ള മുകേഷും ജഗദീഷും സിദ്ദീഖും അശോകനും ഒക്കെ ഇന്നും മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. പക്ഷേ അവർ ഇന്ന് മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്നത് പണ്ടത്തെ പോലെ അപ്പുക്കുട്ടനായിട്ടോ അല്ലെങ്കിൽ തോമസ് കുട്ടിയായിട്ടോ ഒന്നുമല്ല എന്നുള്ളതാണ് ഏറ്റവും വിസ്മയകരമായിട്ടുള്ള മറ്റൊരു കാര്യം. തീർച്ചയായിട്ടും അവർ ഇന്ന് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഒരുപാട് ഡയമെൻഷനുള്ള ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളാണ് എന്നുള്ളതാണ്. അതുതന്നെയാണ് നമ്മളെ തീർച്ചയായിട്ടും എക്സൈറ്റ് ചെയ്യിക്കുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ നടന്മാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ, ഇവരുടെ അഭിനയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഇവരുടെ മാനറിസങ്ങളിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ, ഇവയൊക്കെ ഇപ്പോൾ ശരിക്കും ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ഗംഭീരമായുള്ള ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഇവർക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കാരണം അവരിപ്പോൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്ന വേഷങ്ങൾ, അവർ ആ കഥാപാത്രങ്ങൾക്ക് നൽകുന്ന ഡയമെൻഷൻസ്, ആ ഒരു കഥാപാത്രങ്ങൾക്ക് അവർ നൽകുന്ന പെർഫെക്ഷൻസ്, അവരുടെ ബോഡി ലാംഗ്വേജിലും ജസ്റ്റേഴ്സിലും ഡയലോഗ് ഡെലിവറിയിലും എല്ലാത്തിലും വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് അവർ ശരിക്കും നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ മറ്റൊരു നടൻ കൂടിയുണ്ട്. ആ നടൻ പക്ഷേ ഇൻ ഹരിഹർ നഗറിൽ നിന്നും വന്നിട്ടുള്ള നടനല്ല. അപ്പോൾ ഈ 4 നടന്മാരോടൊപ്പം ഈ ഒരു 5ാമത്തെ നടൻ, ആ നടൻ്റെ പേരെന്താണെന്ന് ഞാൻ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ ഈ 5 നടന്മാരെ കുറിച്ചാണ് ഞാൻ ശരിക്കും ഈ ഒരു വീഡിയോയിൽ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ 5 നടന്മാരുടെ അന്നത്തെയും ഇന്നത്തെയും അഭിനയത്തിലുള്ള വ്യത്യാസം, അവരുടെ അഭിനയത്തിൽ വന്നുള്ള കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ, അവരുടെ ഫിലിമോഗ്രാഫി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പരാമർശിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്പർ 5, അശോകൻ. ഇൻ ഹരിഹർ നഗർ എന്ന സിനിമ കണ്ട ആരും തന്നെ മറക്കാത്ത പേരാണ് തോമസ് കുട്ടി. സിനിമയിലെ പലതവണ ഉപയോഗിക്കുന്ന തോമസ് കുട്ടി വിട്ടോട എന്ന ഡയലോഗ് ഇന്നും പ്രശസ്തമാണ്. അശോകൻ എന്ന നടൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രം തോമസ് കുട്ടി അല്ലെങ്കിലും അദ്ദേഹത്തെ ജനപ്രിയനാക്കാൻ ഈ കഥാപാത്രത്തിനായിട്ടുണ്ട്. തൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ ആർട്ട് സിനിമകളുടെ ഭാഗമായ നടനാണ് അശോകൻ. അടൂർ ഗോപാലകൃഷ്ണൻ്റെയും KG ജോർജിൻ്റെയും ഭരതൻ്റെയും പത്മരാജൻ്റെയും ഒക്കെ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്യാൻ ഈ നടന് സാധിച്ചിട്ടുണ്ട്. ഇൻ ഹരിഹർ നഗറിന് ശേഷം സമാനമായ സിനിമകളിലേക്ക് ചുവടുമാറ്റിയ അശോകൻ പിന്നീട് സിനിമകൾ വിരളമായി കാണുന്ന നടനായി മാറി. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇദ്ദേഹം അച്ഛൻ വേഷങ്ങളിലും മറ്റും അഭിനയിച്ച് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. ഈയിടെ ഡിസ്നി ഹോട്ട്സ്റ്റാർ വഴി റിലീസായ 2 വെബ് സീരീസുകളിൽ വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ വേറിട്ട രീതിയിൽ അശോകൻ അഭിനയിച്ചു പ്രതിഫലിപ്പിച്ചു. ഇതിൽ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്ന വെബ് സീരീസിലെ അശോകൻ അവതരിപ്പിച്ച കഥാപാത്രം ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. നമ്പർ 4, മുകേഷ്. കൊച്ചു വേഷങ്ങൾ ചെയ്ത് മലയാള സിനിമയിൽ കരിയർ തുടങ്ങിയ ഇദ്ദേഹം സിബി മലയൻ്റെ ആദ്യ സംവിധാന സംരംഭമായ മുത്താരംകുന്ന് POയിലാണ് ആദ്യമായി നായകനാവുന്നത്. തുടർന്ന് നിരവധി പ്രിയദർശൻ കോമഡി ചിത്രങ്ങളുടെ ഭാഗമായ മുകേഷിൻ്റെ കരിയറിൽ വൻ കുതിപ്പുണ്ടാവുന്നത് സിദ്ദിഖ് ലാൽ ആദ്യമായി സംവിധാനം ചെയ്ത റാംജി റാവു സ്പീക്കിങ്ങിലൂടെയാണ്. തുടർന്ന് ഇൻ ഹരിഹർ നഗർ, ഗോഡ് ഫാദർ, ഹിറ്റ്ലർ തുടങ്ങി സൂപ്പർ ഹിറ്റ് സിദ്ദിഖ് ലാൽ സിനിമകളിലൂടെ താരമായി മാറി. ഇൻ ഹരിഹർ നഗറിൽ 4 സുഹൃത്തുക്കളാണെങ്കിൽ കൂടിയും അതിലെ നായകനായിട്ട് അവതരിപ്പിച്ചത് മുകേഷിനെ തന്നെയായിരുന്നു. സിനിമയിൽ നിന്നും ഒരിക്കലും ബ്രേക്ക് എടുക്കാതിരുന്ന ഇദ്ദേഹം പിന്നീട് സഹനടൻ വേഷങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. എണ്ണമറ്റ സിനിമകളിൽ സ്വഭാവ നടനായി വന്ന ഇദ്ദേഹം പിന്നീട് പ്രശസ്ത TV ഷോ ആയ ബഡായ് ബംഗ്ലാവിൻ്റെ ഭാഗമായി.
ഇപ്പോൾ അച്ഛൻ വേഷങ്ങളിലും നായകൻ്റെ മെൻറ്ററായിട്ടുമൊക്കെ അഭിനയിക്കുന്ന മുകേഷിൻ്റെ ഏറ്റവും ഒടുവിൽ റിലീസായ ഖാദികനിലും ഫിലിപ്സിലും ഗംഭീരമായ അഭിനയമാണ് കാഴ്ചവെച്ചിരുന്നത്. നമ്പർ 3, ജഗദീഷ്. ഇൻഹൈലർ നഗറിൽ നമ്മെ ഏറെ ചിരിപ്പിച്ച കഥാപാത്രമായിരുന്നു അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടനെ അനശ്വരനാക്കിയ ജഗദീഷ് അതിനുശേഷം കോമഡി സിനിമകളുടെ അവിഭാജ്യ ഘടകമായി മാറി. ഇന്ത്യയിലെ ആദ്യത്തെ ത്രിമാന ചിത്രമായ മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ അഭിനയിച്ചിരുന്ന ജഗദീഷ് ഇൻഹൈലർ നഗറിന് ശേഷം നായക നടനായി മാറി. നിരവധി സിനിമകളിൽ ഉർവശിയുടെയും മറ്റ് മുൻനിര നായകന്മാരുടെയും ഹീറോ ആയി ജഗദീഷ് ശ്രീനിവാസനെ പോലെ വളർന്നു വന്നു. പിന്നീട് സൂപ്പർ താര ചിത്രങ്ങളിൽ അവരുടെ കൂട്ടാളിയായുള്ള നിരവധി കഥാപാത്രങ്ങൾ ഇദ്ദേഹം അവതരിപ്പിച്ചു. 2010 ജഗദീഷ് ടെലിവിഷൻ ഷോകളിൽ ഒതുങ്ങിക്കൂടിയ പോലെയായിരുന്നു. സിനിമകളിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി അക്കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. എന്നാൽ കോവിഡ് കാലഘട്ടത്തിന് ശേഷം ഇറങ്ങിയ നിരവധി സിനിമകളിൽ നമുക്ക് മറ്റൊരു ജഗദീഷിനെയാണ് കാണാൻ സാധിച്ചിരുന്നത്. അതിൽ റോഷാക്ക്, ഫാലിമി, ഗരുഡൻ, നേര്, എബ്രാമസ്ലർ എന്നീ ചിത്രങ്ങളിലെ പ്രകടനം തീർത്തും മലയാളികളെ വിസ്മയിപ്പിച്ചു. നമ്പർ 2, സിദ്ദീഖ്. ജഗതിയെപ്പോലെ വ്യത്യസ്തത നിറഞ്ഞ നിരവധി കഥാപാത്രങ്ങളിലൂടെ നിരവധി ഇമേജുകൾ ഉണ്ടാക്കാൻ സാധിച്ച നടനാണ് സിദ്ദീഖ്. 80കളിലെ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട സിദ്ദീഖ് ഇൻഹൈലർ നഗറിൻ്റെ വൻ വിജയത്തോടെ തിരക്കുള്ള നടനായി മാറി. പിന്നീട് ജഗദീഷ് സിദ്ദീഖ് കോമ്പിനേഷനുള്ള നിരവധി സിനിമകളിൽ തുല്യ പ്രാധാന്യമുള്ള വേഷങ്ങൾ ഇദ്ദേഹം ചെയ്തു. 90കളിലെ കോമഡി സിനിമകളിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും ആക്ഷൻ ചിത്രങ്ങളിൽ സൂപ്പർ താരങ്ങളുടെ കൂട്ടാളിയായുള്ള നിരവധി വേഷങ്ങൾ സിദ്ദീഖ് ചെയ്തു. 2000 ആയപ്പോഴേക്കും നെഗറ്റീവ് ഷെയ്ഡുള്ള വേഷങ്ങളിലും വില്ലൻ കഥാപാത്രങ്ങളിലും സിദ്ദീഖ് തിളങ്ങി. 2010 ആകുമ്പോഴേക്കും സിദ്ദീഖ് സ്വഭാവ നടനായി അഭിനയിച്ചു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് സിദ്ദീഖ് എന്ന നടൻ്റെ പ്രകടനം അടിമുടി മാറുകയായിരുന്നു. രൂപത്തിലും ഭാവത്തിലും സ്ലാങ്ങിലുമെല്ലാം മാറ്റം വരുത്തി വിഭിന്നങ്ങളായ വേഷങ്ങൾ ചെയ്ത് സിദ്ദീഖ് എന്ന നടൻ നമ്മളെ ഇന്നും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്പർ 1, വിജയരാഘവൻ. റാംജി റാവു സ്പീക്കിങ്ങിലെ ടൈറ്റിൽ റോളായ റാംജി റാവു എന്ന വില്ലനായപ്പോഴാണ് വിജയരാഘവനെ മലയാളികൾ അറിയുന്നത്. എന്നാൽ അതിനു മുമ്പേ തന്നെ ന്യൂഡൽഹി പോലെയുള്ള സിനിമകളിൽ ഇദ്ദേഹം അഭിനയിച്ച് കഴിവ് തെളിയിച്ചിരുന്നു. റാംജി റാവുവിൻ്റെ ഗംഭീര വിജയത്തിന് ശേഷം നിരവധി വില്ലൻ വേഷങ്ങളിൽ വിജയരാഘവൻ തിളങ്ങി. കോമഡി സിനിമകളിലും ആക്ഷൻ സിനിമകളിലും വ്യത്യസ്ത വേഷങ്ങൾ ചെയ്ത വിജയരാഘവൻ ചില സിനിമകളിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട്. 2000 ആയപ്പോഴേക്കും വിജയരാഘവൻ സ്വഭാവ നടനിലേക്ക് മാറി. പിന്നീട് അച്ഛൻ വേഷങ്ങളിലേക്ക് അദ്ദേഹം ചുവടുമാറ്റി. 2010 ആകുമ്പോഴേക്കും അദ്ദേഹം താനൊരു വേഴ്സറ്റൈൽ ആക്ടർ ആണെന്ന് തെളിയിക്കും വിധം വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരുന്നു. കഴിഞ്ഞ വർഷം റിലീസായ പൂക്കാലം എന്ന സിനിമയിൽ മുത്തുമുത്തശ്ശനായി അദ്ദേഹം അഭിനയിച്ചു. അപ്പോൾ ഈ 5 നടന്മാരുടെ അഭിനയത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് മറ്റെന്ത് അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഒന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫോർമേറ്റീവ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്.